ഹായ്, ഞാൻ ശ്രീലത. നമുക്കൊരു ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരയിഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്കേർട്ടിനാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ സ്കേർട്ട് പടി വെക്കുന്നതിന് നമുക്കൊരു അരയിഞ്ച് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ഇത് ചീത്തവശമാണ്. ഈ തുണിയുടെ ചീത്തവശത്താണ് ഞാനിപ്പോൾ ഈ മാർജിൻ ഇട്ടതും പോയിൻ്റ് കൊടുക്കുന്നതും ഒക്കെ ചീത്തവശത്താണ് കേട്ടോ. ആദ്യം നമ്മളൊരു 1 ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് കൊടുത്തു, അത് അതിൻ്റെ മാർജിനാണ്. അപ്പോൾ അത് വിട്ടേക്കണം. അടുത്തത് നമ്മൾ ഈ പ്ലേറ്റ്സിന് നമുക്ക് എത്രയാണോ അകലം വേണ്ടത് അത് നമ്മൾ ഇടുക. ഞാനിവിടെ 2.5 ഇഞ്ചിൻ്റെ പ്ലേറ്റ്സാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് മതിയെങ്കിൽ അങ്ങനെ ഇടാം. ഇനി 3 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ആവാം. 3.5 ഇഞ്ചിലും നമുക്ക് പ്ലേറ്റ്സ് ഇടാം. അപ്പോൾ ഇതെന്തായാലും 2.5 ഇഞ്ചിൽ പോയിൻറ്റ്സ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം കൊടുത്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, 1 ഇഞ്ച് മാർജിനാണ്, അതങ്ങ് വിട്ടേക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ് എടുക്കുക. ആ പോയിൻ്റ് അതിൻ്റെ അടുത്ത പോയിൻറ്റിലേക്ക് കയറ്റി വെക്കുക. ഉണ്ടോ, 1 ഇഞ്ചിൻ്റെ മാർജിനുള്ള പോയിൻ്റ് വിട്ടതിന് ശേഷം അടുത്ത പോയിൻ്റ് അതിൻ്റെ അടുത്ത പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. പിൻ കുത്തിയതിന് ശേഷം ആ പ്ലേറ്റ്സ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തൂത്ത് അതിൻ്റെ മടക്കൊക്കെ കറക്റ്റാക്കി ഒന്ന് എടുക്കുക. ഇത് അതുപോലെ തന്നെ ഒന്ന് കറക്റ്റാക്കി തൂത്ത് എടുക്കുക. ഇനി അടുത്ത പോയിൻ്റ് ഉണ്ട്. ആ അടുത്ത പോയിൻ്റ് എടുത്തിട്ട് നമ്മളിപ്പം വെച്ചില്ലേ പ്ലേറ്റ്, ആ പ്ലേറ്റിൻ്റെ അടുത്ത് തന്നെ അതിനഭിമുഖമായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു പിന്ന് കുത്തി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ചീത്തവശമാണ്, ഇതാണ് നല്ല വശം. കണ്ടോ, ഇതിൻ്റെ നല്ല വശം കണ്ടോ, ഒരു ബോക്സ് പ്ലേറ്റ് നമുക്കവിടെ കിട്ടി. ഇനി അടുത്തതും അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത പോയിൻ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ വെച്ച പ്ലേറ്റ്സിന് അഭിമുഖമായിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഇനി അടുത്ത പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത പോയിൻ്റ് കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്കേർട്ട് തയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്താലും മതി. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തതും കൂടെ എടുക്കാവേ. നല്ല വശത്താണ് ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ബോക്സ് പ്ലേറ്റ് കിട്ടിയ ഭാഗമില്ലേ, അവിടെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ പിന്ന് കുത്തിയത് ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഊരിക്കളഞ്ഞിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തില്ലായിരുന്നോ, ആ മാർജിനിൽ കൂടി തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു സ്കേർട്ടിനാണ് ഇങ്ങനെ ഇടുന്നതെങ്കിൽ അത് മൊത്തം ഇതുപോലെ തന്നെ പോയിൻറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ പിന്ന് കുത്തി കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കിട്ടും. സ്കേർട്ടിന് ഇതുപോലെ പ്ലേറ്റ്സ് ഇടുന്ന സമയത്ത് ഇതുപോലെ മാർജിനിൽ കൂടി തന്നെ പ്ലേറ്റ്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.